ഹലോ, ആ മാലികേസിന്റെ പേര് സിബി സാർ. ഞാൻ കുറച്ചു നേരത്തിനൂടെ ഉണ്ടായില്ല. SP വിളിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തു പോയാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ ജാഥക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ആയിക്കോട്ടെ സാർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ സാർ. നിശ്ചയുടെ കുളിരായി ഇനി മോള് പാട് എന്താടോ ഇത്? വല്ല പണിക്കും പൊയ്ക്കൂടെ? ആ മെഷീൻ എടുത്തോണ്ട് പോയി കുറച്ച് 185 ഫയൽ ചെയ്യും. വൈകുന്നേരം ഞാനാ സട്ട കൊടുക്കേണ്ടത്. സാർ എന്താടോ? ഒരു കംപ്ലൈന്റ് പറയാൻ വന്നാ സാർ. സക്കറിയ സാർ, ഇതെന്താന്നൊന്ന് കേൾക്കാം. ചെല്ല സാർ. മൊബൈൽ ഇപ്പം വന്നേ ഉള്ളൂ, ഇട്ടോളാം. സാറേ, ഇയാളെ അയലത്തുകാരൻ വീട്ടിൽ കയറി തല്ലിന്നൊരു പരാതി. എന്താ പേര്? ശ്രീകുമാരനുണ്ണി. എന്തിനാ തല്ലിയേ? അറിയില്ല സാർ. താൻ വെറുതെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു ചുമ്മാ അങ്ങ് തല്ലിയോ? അത് പോട്ടെ, തല്ലിയാനിപ്പോൾ എവിടെ ഉണ്ട്? അയാളുടെ വീട്ടിലുണ്ട്. അവൻ്റെ നമ്പറുണ്ടോ? ഇല്ല. വീട് എവിടെയാ? അയാളുടെ വൈഫിന്റെ നമ്പറുണ്ട് സാർ. ഒറ്റയ്ക്ക് വന്നാണോ തല്ലി? അല്ല, അവര് രണ്ടുപേരുണ്ടായിരുന്നു. അജിത്തും പിന്നെ ഒരു ലിംഗനും. ജോസേ. സാറേ. ജോസേ, ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് റിക്വസ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാം. തൻ്റെയും തന്നെ തലവിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഈ സാറ് കൂടെ വരും. സക്കറിയ സാർ. തല്ലിയവൻ്റെ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞു. അജിത് നീലകണ്ഠൻ, മാളിയേക്കൽ ഹൗസ്, ഇന്ദിരാനഗർ, ഹൗസ് നമ്പർ 3. മതിയോ? കഴിക്കട്ടോ രണ്ടുപേരും? പോരാ. അജിത്തിൻ്റെ വീടല്ലേ? അതെ. ആളിവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഈ ശ്രീകുമാരൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ തൊട്ടടുത്ത അയാൾ ഇവിടെ പറയടാ. അതിന്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അവൻ നേരെ സ്റ്റേഷനിലേക്ക് പോയത്. നമ്മളെന്താ? നീ വെച്ചോ. ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ? നേരിട്ട് കണ്ടില്ല. അസോസിയേഷൻ ഗ്രൂപ്പിലൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കാണിക്കാവോ? ഒരു മിനിറ്റ് സാർ, ഫോൺ എടുത്തിട്ട്. SI സാറേ, ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. I am ലിങ്കൻ, ഒരു ഓൺലൈൻ ജേർണലിസ്റ്റാ. തൊട്ടയൽവക്കി താമസിക്കുന്നു. ഈ നടന്ന സംഭവത്തിന്റെ ദൃക്സാക്ഷിയാ. സാർ, ഇവനാണ് ശരിയല്ല, വരത്തനാ. ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. സത്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് തുണിരിഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് ചൂരുണ്ട് പിടക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അവന് കുടുംബം കൂട്ടണമെന്ന് വിചാരിച്ച് ഞങ്ങളത് ചെയ്തില്ല. അതിന് എന്റെ കുടുംബത്തോടാണോ അയാൾ പെണ്ണെ കയറ്റിയത്? സാറേ, ഞാനടക്കം മാന്യമാർ കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലം ഇത്. അടുത്ത വീട്ടിലെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കുന്നതാണ് തൻ്റെ ഒരു മാന്യത. സാറേ, ജീവിക്കാൻ ഒരു മാർഗം തേടി ഇറങ്ങിയ പെൺകുട്ടികൾക്ക് ഇങ്ങനെ അക്രമം കാണിച്ച നോക്കി നിൽക്കണമെന്നാണോ സാർ പറയുന്നത്? ഇത്രയും സാധാരണ ഇയാളാണോ അവരെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി തുണി ഉരിഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട് ചൂലുകൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞേ?
നിന്റെ സൂക്കേടേ ഞാൻ മാറ്റിത്തരാം. ഒന്ന് ജീപ്പിലോട്ട് കയറേ. ഓ എങ്ങനെ ജീപ്പിലോട്ട് കയറാ. സാറെ വേണ്ടട്ടാ, ഇത് പണിയാവേ. സാറിന് ഈ പണി ഇട്ടിട്ട് കൊല്ലം കൂടെ ആയടാ. കയറി വണ്ടി കയറി. കേറടാ. വീഡിയോ ഞങ്ങൾ കണ്ടു. നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ. സാർ സാർ ഞങ്ങളാ എഞ്ചിനീയറെ വീട്ടിൽ കയറി തല്ലിയ പ്രതിയെ തപ്പി ഇറങ്ങിയതാ. എന്നിട്ട് സംഭവം മോറൽ പോലീസിംഗാ സാർ. ഒന്നാം പ്രതി അയത്ത് വീട്ടിൽ, രണ്ടാം പ്രതിയെ കിട്ടിയിട്ടുണ്ട്. FIR ഇട്ടോ? ഇല്ല സാർ, ഇട്ടില്ല. അത് പിന്നെ എഞ്ചിനീയറുടെ മെഡിക്കൽ എടുക്കാൻ ഞാൻ ജോസിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അയാളൊരു മൊഴി എടുത്ത ഉടനെ കേസാക്കാം. FIR ഇടാൻ വരട്ടെ. ആ ഒന്നാം പ്രതി അജിത്ത് SP-ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ സാർ. അയാൾ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വരും. എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഒന്ന് ഒത്തീർപ്പാക്കാൻ നോക്ക്. SP ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആയിക്കോട്ടെ സാർ. പ്രദീപ് സാറേ, ഇതെന്താ ചിക്കൻ പൊങ്കാലിയാ? ആ ഇനിയുണ്ടല്ലോ, ഇത് വാഴയിലിട്ട് മൂടണം. എന്നിട്ട് ഈ ചെളി കൊണ്ട് അങ്ങ് പൊതിയണം. പിന്നെ നന്നായിട്ട് വിറവ് വെച്ച് കത്തിക്കണം. ഇടയ്ക്കൊന്ന് കറക്കി കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ചൂട് കയറാൻ. അങ്ങനെ കരിക്കങ്ങനെ വെന്തിറങ്ങി ചിക്കനുമായിട്ട് അങ്ങ് യോജിക്കും. എല്ലാം കൂടെ 1 മണിക്കൂർ എടുക്കും. ഇനി 1 മണിക്കൂറാ? ആ സാറത് കുക്കറിലിട്ട് 4 വിസിലടിച്ച പോരെ. സാറ് വേണേ കുറച്ച് കരിക്കൂട്ടോളോ? അത് ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യമല്ലേ. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്ക്. അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. എന്താ ചേച്ചി? സാറേ സാറേ വണ്ടി എന്താ ഒന്ന് ഓട്ടിയാ. നിർത്ത്. ആ നിൽക്കുന്നതാണ് അവൻ്റെ ഒപ്പം രാവിലെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി പെങ്കൊച്ചു. കണ്ടോ? എടാ, നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തെ? ഞാൻ ഓൾറെഡി നല്ല ടെൻഷൻ എന്ന് പറഞ്ഞതല്ലേ. ഒന്ന് പെട്ടെന്ന് വരുമോ? ആ വേഗം വാ. ഹലോ